നിങ്ങൾ ഈ മലയാളം ന്യൂസ് ചാനലുകാരോട്, അതായത് എൻ്റെ നാട്ടിലെ ന്യൂസ് ചാനലിനോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുണ്ട്. ഇതൊരു യുദ്ധം നടക്കുന്ന സമയമാണ്. നമുക്കറിയാമല്ലോ, ന്യായം ആരുടെ പക്ഷത്താണെങ്കിലും ഈ യുദ്ധം എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ഈ ലൈക്കിനും ഷെയറിനും റീച്ചിനും വേണ്ടി ചുമ്മാ ഇങ്ങനെ കണ്ണാ ഇഷ്ടം പോലെ അത് ബുർജ് ഖലീഫ മറിഞ്ഞ് വീണു, അവിടെ കപ്പൽ മുങ്ങി, സിറ്റി തകർന്നു, എയർപോർട്ട് തകർന്നു എന്നൊക്കെ പറയുന്ന, അതായത് ഒരു വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ നിങ്ങൾ കൊടുക്കല്ലേ. മനസ്സിലായില്ലേ? തകർന്ന് വീണു എന്ന് പറയപ്പെടുന്നു എന്നൊന്നും പറഞ്ഞ് കൊടുക്കല്ലേ. അത് പ്രോപ്പറാണ്, പക്കാണെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. മനസ്സിലായില്ലേ? കാരണം കേരളത്തിൽ എത്ര ലക്ഷം പേരാണ് ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാടായാലും കേരളത്തിലായാലും ഒക്കെ ഉള്ളത്. അവരൊക്കെ നമ്മുടെ വാർത്ത കാണുന്നതാണ്. മനസ്സിലായി? ഒരു മര്യാദ വേണം. മനസ്സിലായില്ലേ? ഈ സമയത്ത് ഇമ്മച്ചുവറായിട്ട് പെരുമാറില്ല. ഇതിപ്പോൾ ദുബായിലൊക്കെ അല്ലെങ്കിൽ മസ്കറ്റിലും അബുദാബിയിലൊക്കെ ബോംബ് വീഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വീഴുന്ന പോലെയൊക്കെ തന്നെയാണ്. കാരണം അവിടെ എവിടെ പോയി കഴിഞ്ഞാൽ ഏത് ജംഗ്ഷനിലും മലയാളികളാണ് ഉള്ളത്. അതിന് പുറമെ തന്നെ ഈ പുറത്ത് ഉള്ള ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആയാലും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ദുബായിൽ അവിടെ എവിടെയും കാണും ഇല്ലേ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാരുടെ കണ്ണാപ്പി ന്യൂസ് ചാനലൊന്നും കാണല്ലേ. വല്ല ദുബായിയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ വല്ല ചാനലും കാണണം. ഒരു വക വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ കുറേ വീഡിയോകളുണ്ട്, നമുക്കത് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്തല്ല ഇവൻ്റെ ഈ റീച്ചും ലൈക്കിനും വേണ്ടി ചെയ്യേണ്ടത്. 5-10 രൂപയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് നമ്പരോ അല്ലെങ്കിൽ സ്കാൻ കോഡ് എന്താ നമ്മൾ അയച്ചു തരാം. ഈ സമയത്ത് ഈ സ്വഭാവം കാണിക്കണ്ട കേട്ടോ. ശരി, ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്.